ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പോയട്രി ടെസ്റ്റായ കാവ്യതാരയിലെ ഒരു പോയമാണ്. പോയത്തിന്റെ പേര് പുഷ്പകി അഭിലാഷ. ശ്രീ മാഖൻലാൽ ചതുർവേദി ജിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചെറിയ പോയമാണ് പുഷ്പകി അഭിലാഷ. एक भारतीय आत्मा नाम से हिंदी जगत में विख्यात कवि है ശ്രീ മാഖൻലാൽ ചതുർവേദി. ഒരു ഭാരതീയ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹിന്ദി സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ് ശ്രീ മാഖൻലാൽ ചതുർവേദി. അദ്ദേഹത്തിന്റെ ദേശീയ രചനകൾ വളരെ ഊർജ്ജസ്വലത നിറഞ്ഞതാണ്. आजादी की लड़ाई के दौरान वे कई बार जेल भी गए हैं. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. ശ്രീ മാഖൻലാൽ ചതുർവേദി ഏക രാഷ്ട്രപ്രേമി കവി ഹെ. ഒരു ദേശസ്നേഹിയായ കവിയാണ് ശ്രീ മാഖൻലാൽ ചതുർവേദി. ഉൻകി കവിതാവും കാ വിഷയ രാഷ്ട്രപ്രേം ഹെ. അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രധാനപ്പെട്ട വിഷയം ദേശസ്നേഹം ആണ്. പുഷ്പകി അഭിലാഷ ദേശപ്രേം കി ഭാവന സെ പൂർണ്ണ ഏക് കവിതാ ഹെ. ഈ പുഷ്പകി അഭിലാഷ എന്ന് പറയുന്നത് രാജ്യസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ്. ഇസ്മേ കവിനെ ബലിദാൻ കി ഭാവന കോ മഹത്വ ദിയാ ഹെ. ഇതിൽ ബലിയർപ്പണത്തിന്റെ മഹത്വമാണ് അദ്ദേഹം ഈ കവിതയിലുടനീളം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കവി സ്വയം പുഷ്പക്കെ രൂപമേം വീര ദേശഭക്തോं के प्रति अपनी ശ്രദ്ധാഞ്ജലി അർപ്പിത് करते हैं. കവി സ്വയം ഒരു പുഷ്പത്തിന്റെ രൂപത്തിൽ വീരന്മാരായ രാജ്യസ്നേഹികളുടെ ദേശഭക്തിക്ക് മുൻപിൽ തന്റെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിരിക്കുന്ന ഒരു പദ്യമാണ് പുഷ്പകി അഭിലാഷ എന്ന് പറയുന്നത്. AD 1922 ഫെബ്രുവരി മാസം 18 ബിലാസ്പൂർ ജയിലിൽ വെച്ച് അദ്ദേഹം എഴുതിയ കവിതയാണ് പുഷ്പകി അഭിലാഷ. അപ്പോൾ നമുക്ക് പുഷ്പകി അഭിലാഷ അതിലെ വരികളിലേക്ക് ഇനി കടക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. चाखने में सुरबाला के गहनों में गूंधा जाऊं, चाखने की प्रेमी माला में बिंद प्यारी को ललचाऊं. അങ്ങനെയാണ്. चाखने में सुरबाला के गहनों में गूंधा जाऊं, चाखने की प्रेमी माला में बिंद प्यारी को ललचाऊं. ഒരു പൂവിന്റെ ആഗ്രഹം എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തെ 2 വരിയിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ചാഹിനഹീം, എനിക്ക് ആഗ്രഹമില്ല. മേം സുരബാലാക്കെ, ദേവകന്യകമാരുടെ ആഭരണങ്ങളിൽ കോർക്കപ്പെടുവാനുള്ള ആഗ്രഹം എനിക്കില്ല. ഗഹനോമേം, ആഭരണങ്ങളിൽ കോർക്കപ്പെടുവാനുള്ള ആഗ്രഹം എനിക്കില്ല. അടുത്ത വരിയോ. ചാഹിനഹി പ്രേമി മാലാമേം ബിന്ദു പ്യാരിക്കോലച്ചാവും. പ്രേമി, പ്രേമി ആരാണ്? കാമുകൻ. കാമുകൻ കാമുകിക്ക് കൊടുക്കുന്ന മാലയിൽ കോർക്കപ്പെടുവാനും എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഒരു പൂവിന്റെ ആഗ്രഹമായിട്ട് അദ്ദേഹം പറയുന്നത്, പൂവ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു പൂവിന്റെ രൂപത്തിൽ കവി സ്വയം തന്റെ ആത്മാവ് എങ്ങനെയായിരിക്കണം വിനിയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കവിയുടെ ആഗ്രഹം ഇതാണ്. എന്താണ് ആഗ്രഹം? ദേവകന്യകമാരുടെ സുന്ദരമായ, സുരബാല എന്ന് പറഞ്ഞാൽ ദേവകന്യക, കന്യകമാരുടെ സുന്ദരമായ ആഭരണങ്ങളിൽ കോർക്കപ്പെട്ടിട്ട് അതിൽ ഒരു അഭിമാനം കൊള്ളുവാൻ ഒരു പൂവിന് ആഗ്രഹമില്ല. അതുപോലെ ഒരു കാമുകൻ ഏറ്റവും നല്ല പൂക്കൾ സെലക്ട് ചെയ്ത്
കാമുകിക്ക് കോർത്തിണക്കുന്ന ആ മാലയിൽ കോർക്കപ്പെടുവാനും എനിക്ക് ആഗ്രഹമില്ല. അതാണ് ആദ്യത്തെ 2 വരിയിൽ കവി പറയുന്നത്. നമുക്ക് അടുത്ത 2 വരി നോക്കാം. ചാഖിനഹി സമ്രാട്ടോं के शव पर है हरी डाला जाऊं, ചാഖിനഹി ദേവോം കെ സിർ പർ ചഢൂം ഭാഗ്യ പർ ഡലാവും. പിന്നെ അടുത്ത 2 വരിയിൽ എന്താണ് പറയുന്നത് നോക്കൂ. ചാഖിനഹീം ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമ്രാട്ടോं के शव पर है हरी डाला जाऊं, ചക്രവർത്തിമാരുടെ ശവശരീരത്തിലേക്ക് അല്ലയോ ഈശ്വര എന്നും പറഞ്ഞ് എടുത്ത് അർപ്പിക്കുന്ന പൂക്കളുടെ കൂട്ടത്തിൽ ഒരു പൂവായി തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ചക്രവർത്തിയുടെ ശവശരീരത്തിലേക്ക് അർപ്പിക്കപ്പെടുന്ന പൂവ് എന്ന ആ ഒരു അഭിമാനം അതും എനിക്ക് ആവശ്യമില്ല. ചാഖിനഹി ദേവോം കെ സിർ പർ ചഢൂം ഭാഗ്യ പർ ഡലാവും, ദേവന്മാരുടെ ശിരസിലേക്ക് അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഭിമാനത്തിൽ അഹങ്കരിക്കുവാനും എനിക്ക് ആഗ്രഹമില്ല. അതാണ് പറയുന്നത്. ചാഹിനഹീം ദേവോം കെ സിർ പർ, ദേവന്മാരുടെ തലയിലേക്ക് ചഢൂം അർപ്പിക്കുമ്പോൾ ഭാഗ്യപർഢലാവും, അങ്ങനെ ഉണ്ടാകുന്ന ഭാഗ്യത്തിൽ എനിക്ക് അഹങ്കരിക്കണമെന്നും ആഗ്രഹമില്ല, അഭിമാനിക്കണമെന്നും ആഗ്രഹമില്ല. ഈ ഢലാന എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക, അഭിമാനിക്കുക എന്നാണ്. അപ്പോൾ പുഷ്പത്തിന്റെ അഭിലാഷയായിട്ട്, ആഗ്രഹമായിട്ട് കവി പറയുന്നത്, അല്ലയോ ഭഗവാനെ, ചക്രവർത്തിമാരുടെ പുഷ്പചക്രത്തിൽ അർപ്പിക്കപ്പെടുവാനും ദേവന്മാരുടെ തലയിൽ അർപ്പിക്കുന്ന പൂക്കളുടെ കൂട്ടത്തിൽ ഒരുവനായി തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താണ് പൂവിന്റെ ആഗ്രഹം? മുജേ തോടിലേനാ വനമാലി പറയുന്നു. മുജേ തോടിലേനാ വനമാലി ഉസ് പധു പർ ദേനാ തും ഫേങ്, മാതൃഭൂമി പർ ശീഷ് ചഢാനെ ജിസ് പധ് ജാവേം വീർ അനേക്. പുഷ്പത്തിന്റെ അഭിലാഷയായിട്ട് കവി പറയുകയാണ്, മുജേ തോടിലേനാ വനമാലി, അല്ലയോ തോട്ടക്കാരാ, നീ എന്നെ വലിച്ചു പറിച്ചെടുക്കുക. മുജേ തോടിലേനാ വനമാലി, അല്ലയോ തോട്ടക്കാരാ, നീ എന്നെ പിഴുതെടുക്കുക. ഉസ് പധു പർ ദേനാ തും ഫേങ്, എന്നിട്ട് ആ പാതയിലേക്ക് വലിച്ചെറിയുക. എന്നെ പറിച്ചെടുത്ത് ആ പാതയിലേക്ക് വലിച്ചെറിയുക. ഏതാണ് ആ പാത? മാതൃഭൂമി പർ ശീസ് ചഢാനെ, മാതൃഭൂമിക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് ജിസ് പധ് ജാവേം വീർ അനേക്, അനേക് വീർ ജിസ് പധ് പർ ജാത്തേ ഹേ, മാതൃഭൂമിക്ക് വേണ്ടി തന്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ ജീവൻ, തന്റെ രക്തം ബലിയർപ്പിക്കാൻ വേണ്ടി ഏത് വീരന്മാര് ആണോ, ഏതു വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, ഏതു പാതയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, ആ പാതയിലേക്ക് എന്നെ വലിച്ചു പറിച്ചെറിയുക. എന്തിനു വേണ്ടിയാണ് അങ്ങനെ എറിയുന്നത്? അവരുടെ പാദസ്പർശമേറ്റ് അഭിമാനിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ അവരുടെ പാദങ്ങൾക്ക് ഒരു സുഖം കൊടുക്കാൻ സാധിച്ചാൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷമെന്നാണ് പൂവ് ആഗ്രഹിക്കുന്നതെന്നാണ് കവി പുഷ്പക്കി അഭിലാഷ എന്ന് പറയുന്ന ഈ ചെറിയ പദ്യത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ കവി രാഷ്ട്രസ്നേഹം എത്രത്തോളം ഈ വരികളിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പ്രസ്തുത് പങ്ക്തിയോമേം പുഷ്പ के रूप में कवि कहते हैं कि हे वनमाली तुम मुझे तोड़ लेना और उस पद पर फेंक देना. അല്ലയോ തോട്ടക്കാര, എന്നെ വലിച്ചു പറിച്ച് ആ വഴിയിലേക്ക് എന്നെ എടുത്തെറിയുക. ഏത് വഴിയിലാണ്? ജിസ് പദ് पर असंख्य वीर देशभक्त मातृभूमि की आजादी के लिए अपने सिर चढ़ाने को अर्थात आत्म बलिदान देने को जाते हैं.
തൻ്റെ ജീവിതം ബലിയർപ്പിക്കാൻ വേണ്ടി, ആത്മബലിയർപ്പണത്തിന് വേണ്ടി അനേകം വീരന്മാര് സഞ്ചരിക്കുന്ന ആ പാതയിലേക്ക് അല്ലയോ തോട്ടക്കാരായ എന്നെ വലിച്ചെറിയുക. അതാണ് കവി അവസാനത്തെ ആ 4 വരികളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ പുഷ്പക്കി അഭിലാഷ എന്ന് പറയുന്ന ഈ ചെറിയ പദ്യം പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന്റെ ഭാവാർത്ഥം ഫുള്ളായിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഇതിന്റെ സാരാംശം മുഴുവനായിട്ട് 16 മാർക്കിനായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ പദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കേണ്ട ഒരു പദ്യമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.